ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഞാനിന്നുള്ളത് നമ്മുടെ മാനവീയ വീതിയിലാണ് കേട്ടോ. എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന NS400 ചെറിയൊരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത് നമ്മുടെ പൈനിയർ ബജാജാണ് കേട്ടോ. വഴുതയ്ക്കാനുള്ള പൈനിയർ ബജാജാണ് നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത്. സോ ഈ ഒരു വണ്ടിയെ പറ്റിയുള്ളൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിനി കാണാനായിട്ട് പോകണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി, ഫേസ്ബുക്ക് പേജും കാര്യം ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കാര്യം പവർ ആക്കട്ടോ. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ബജാജ് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള NS400 കേട്ടോ. ദ മാസ്റ്റർ ഓഫ് പവർ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഡൊമിനോറിനെ വെല്ലാൻ ബജാജ് തന്നെ തയ്യാറാക്കിയ ഒരു സാധനം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഡൊമിനോർ വേറൊരു കമ്മ്യൂണിറ്റിയാണ്, NS400 വേറൊരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഇതിൽ രണ്ടിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ നമുക്ക് എന്തായാലും ഇത് വണ്ടിയുടെ റിവ്യൂ ആണ്. സോ ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് നമുക്ക് അതെന്തായാലും ചെയ്യാം. നമുക്ക് എന്തായാലും ആദ്യം വണ്ടിയുടെ റിവ്യൂയിലോട്ട് പോകാം. വണ്ടിയുടെ റിവ്യൂ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. ഒരു മോൺസ്റ്റർ ഹെഡ്ലൈറ്റ്, അങ്ങനെ തന്നെ പറയണം. ഒരു മോൺസ്റ്റർ ഹെഡ്ലൈറ്റ് കൊടുത്ത് ബജാജ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് മോൺസ്റ്റർ ഹെഡ്ലൈറ്റ് എന്ന് തന്നെ പറയണം കേട്ടോ. അത്രയ്ക്ക് മാരക പെർഫോമൻസും മാരക ലുക്കും തരുന്ന ഒരു ഹെഡ്ലൈറ്റാണ്. DRL, അതായത് ഈ 2 സ്ട്രിപ്പ് DRL ആണ് കേട്ടോ. വണ്ടി ഓൺ ആകുമ്പോഴും സ്റ്റാർട്ട് ആകുമ്പോഴും DRL കത്തും. പിന്നെ ഒരു പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ് തന്നിട്ടുള്ള. ഈ ഒരു LED ഹെഡ്ലൈറ്റ് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ടാൽ മതി. പക്ഷേ DRL ഓൾവേസ് ഓൺ ആണ്. നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ അതിൽ RGB വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പവർ ആക്കാം കേട്ടോ. പിന്നെ 4 ഇൻഡിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് 4 ഇൻഡിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വരുന്നത് വണ്ടിയിൽ. പിന്നെ വണ്ടിയുടെ ബാക്കി കംപ്ലീറ്റ് റിവ്യൂ പറഞ്ഞുതരുന്ന സമയത്ത് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ 320 mm ഫ്രണ്ട് ഡിസ്ക്കാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഡിസ്ക് മുൻപ് ഡൊമിനോറിൽ ഉൾപ്പെടെ എല്ലാത്തിലും നമ്മുടെ ബജാജ് തന്നുകൊണ്ടിരുന്നത് ബൈബിയറിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അവർ തരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിമേഗ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. സോ കുറച്ചുകൂടി പെർഫോമൻസ് കൂട്ടുക, അതായത് ഈ ഒരു 400cc ഒരു ബ്രേക്കിംഗ് നൽകുക എന്ന അർത്ഥമാണ് അതിലൂടെ അവർ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ NS400 ഇത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇറങ്ങിയാൽ മാത്രമേ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർ നല്ലത് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടാവും, ഉറപ്പാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉറപ്പ് പറയും, ഈ ഒരു വണ്ടി മാരക മാർക്കറ്റിംഗ് ആയിരിക്കും നമ്മുടെ ബജാജിന് കൊടുക്കാൻ പോണത് കേട്ടോ. NS200 ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയും ആ ഒരു എമൗണ്ടിൽ, ഇതിൻ്റെ എമൗണ്ടാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ബജാജിൻ്റെ കാര്യം അറിയില്ല, എപ്പോഴും ബജാജ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസിങ്ങിന് ഭയങ്കരമായിട്ട് പവർ നൽകുക, അതാണ് ബജാജിൻ്റെ ഒരു ഐഡിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് വളരെ കുറഞ്ഞ പ്രൈസിങ്ങിൽ ഒരുപാട് പവർ നൽകി ഇന്ത്യക്കാർക്ക് കൊടുക്കുക, അതാണ് ബജാജ് ചെയ്യണം കേട്ടോ. അതാണ് ബജാജിന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. സോ ഇനി ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ 320 mm ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ABS പറഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS ആണ്, സിംഗിൾ ചാനൽ കൺവെർട്ടബിൾ ആണ്. പിന്നെ ഇതിൽ ഒരുപാട് ഓഫ് റോഡ് മോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. പിന്നീട് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആണ് കേട്ടോ. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി പറയുമ്പോൾ 12 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ NS200 ആ ഒരു ടൈപ്പ് ടാങ്ക് തന്നെയാണ്. കാണാനായിട്ട് ടാങ്കിൻ്റെ ഭാഗത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. NS200 സെയിം ടൈപ്പ് ഓഫ് ടാങ്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസ് കുറച്ചുകൂടെ ലെങ്തി ചെയ്തിട്ടുണ്ട്, അത്രയാണ് വന്നിട്ടുള്ളൊരു മാറ്റം കേട്ടോ. ബാക്കി ടാങ്കിൻ്റെ ഭാഗത്ത് NS200 അതേ ടാങ്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡൊമിനോറിൻ്റെ ഷാസി പോലൊരു ഷാസി കവറിങ് സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൊമിനോറിൻ്റെ അതേ ലുക്കാണ് കേട്ടോ. എൻജിൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡൊമിനോറും NS400 ഒരേ സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എൻജിൻ സെയിം ആണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് സെയിം ഒരേ എൻജിൻ 400 എൻജിൻ NS400 എടുത്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തോന്നുള്ളൂ. പക്ഷേ എൻജിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ ഒരു എൻജിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കൂൾഡ് 4 വാൾവ് എൻജിനാണ് കേട്ടോ. ഈ ഒരു വണ്ടി 373cc ആണ് ഈ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ. NS400 എന്ന് പറയുമെങ്കിലും എല്ലാ വണ്ടികളിലുള്ള പോലെ തന്നെ 373cc ആണ് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യണ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വാൾവ് എൻജിനാണ് കേട്ടോ. അപ്പം എൻജിന് 400 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്ത് കുറച്ചുകൂടി പവറിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള സാധനമാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ ചെയ്ത്, അതായത് 400-നെക്കാളും കുറച്ചൊരു വെയിറ്റ് കുറച്ചാണ് NS400 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 171 കിലോ ആണ് വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് കേട്ടോ. ഇപ്പോൾ ഡൊമിനോർ വെച്ച് നോക്കുകയാണെങ്കിൽ ഡൊമിനോർ ഏകദേശം 190 കിലോ അടുപ്പിച്ചുണ്ട്. ഇപ്പോൾ അതിനപേക്ഷിച്ച് നോക്കുമ്പം പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് കേട്ടോ അവർ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കണം. പിന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ റൈഡർക്ക്
റൈഡർക്കും പില്ലിയനും ഒരുപോലെ തന്നെ കംഫർട്ട് തരും കേട്ടോ, അതിൽ ഒരു സംശയവും വേണ്ട. റൈഡർക്കും പില്ലിയനും കംഫർട്ട് തരുന്ന അതേ സീറ്റാണ്. ബിക്കോസ് NS200 അതേ സീറ്റിംഗ് പൊസിഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, ഒരു സംശയം വേണ്ട. NS200 അതേ സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലാണെങ്കിൽ നമ്മുടെ പില്ലിയന് പിടിച്ചിരിക്കാനുള്ള ഒരു ഗ്രാബ് റെയിലും, പിന്നെ നമുക്ക് റൈഡറിന് വണ്ടിയൊക്കെ ചരിക്കാനും അത്യാവശ്യം പിടിച്ച് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സീറ്റ് കോൾ നോക്കുകയാണെങ്കിൽ കണ്ട ഈ ഒരു ഫിനിഷിങ്, ഈ ഒരു എയർ വിൻഡ് പോലത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് വണ്ടിയുടെ ബാക്ക് സീറ്റ് കോൾ. അതായത് ഓരോ പാർട്സിലും അവർ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് ഒരു ചെറിയൊരു ഡിസൈൻ പാറ്റേൺ പോലെ ഓരോ പാർട്സിലും അവർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ അണ്ടർബെല്ലി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു എഞ്ചിൻ ഗാർഡ് കേട്ടോ, ചെറിയൊരു സാധനമാണ്. നമ്മുടെ NS200 പറഞ്ഞ സെയിം സാധനമാണ്, അതിലും 400 എന്ന് പറഞ്ഞ ചെറിയ മെൻഷൻ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ അതേ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു സിൽവർ റെഡിലാണ് ആ ഒരു ഗ്രാഫിക്സും കൊടുത്തിട്ടുള്ള 400 എന്ന് പറയുന്നത്. അതും വണ്ടിയുടെ ഒരു ഷേപ്പാണ് കേട്ടോ, കാരണം വണ്ടിയിൽ വേറെ ഈ ഒരു ഭാഗത്ത് മാത്രമേ NS400 എന്ന് കൊടുത്തിട്ടുള്ളൂ, ഇവിടെ ഒരു 400 ലോഗോ ഒന്നുമില്ല. അത് നമ്മുടെ എഞ്ചിൻ ഗാർഡിലാണ് 400 എന്നൊരു മെൻഷൻ കൊടുത്തിട്ടുള്ള കേട്ടോ, അത് സൂപ്പറാണ് കേട്ടോ. കാരണം നമ്മൾ ദൂരെ നോട്ടീസ് ചെയ്യുമ്പം വണ്ടിയുടെ എഞ്ചിൻ ഗാർഡ് ഉൾപ്പെടെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, കാരണം പെട്രോൾ ടാങ്കും എഞ്ചിൻ ഗാർഡും ഒരേ ഡിസൈൻ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ട്, അതായത് ഇതിൻ്റെ എക്സോസ്റ്റ് അറിയാമല്ലോ, NS200 അതേ സെയിം എക്സോസ്റ്റാണ്, അണ്ടർബെല്ലി എക്സോസ്റ്റാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം ചെറിയൊരു ലേഖായിരിക്കും, കാരണം അണ്ടർബെല്ലി എക്സോസ്റ്റാണ്, എക്സോസ്റ്റ് തട്ടു എന്നൊക്കെ നമുക്ക് ചെറിയൊരു പേടിയാണ്. പക്ഷേ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടി. ഇതിൻ്റെ എക്സോസ്റ്റാണ് അണ്ടർബെല്ലി എക്സോസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റാണ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പിന്നീട് കേൾപ്പിച്ച് തരാം. സോ ബാക്കിലത്തെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ 140 സൈസ് ടയറാണ് ബാക്കിൽ കൊടുക്കുന്നത്. ഒരു ട്രാക്ക് ടയറിൻ്റെ ലുക്കൊക്കെ തരുന്നൊരു ടയർ ഇതിനാണ് ബാക്കിൽ കൊടുത്തുള്ള MRF ടയറാണ്. പറഞ്ഞ പോലെ തന്നെ എപ്പോഴും MRF ടയറാണ് നമ്മുടെ NS പ്രൊവൈഡ് ചെയ്യണതായിട്ട്. NS എന്നല്ല, ഏതൊരു വണ്ടിയും സ്റ്റോക്കായിട്ട് MRF ടയറാണ്. അതുപോലെ തന്നെ MRF ടയറാണ്, ഒരു ട്രാക്ക് ടയർ ലുക്ക് തരുന്ന ടയറാണ് കേട്ടോ. 140 ടയർ സൈസ് വരുന്നത്. പിന്നെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അതേ 200 അതേ വരുന്ന ഒരു ടെയിൽ പോർഷനാണ് ബാക്കിൽ വരുന്നത് കേട്ടോ. ഒരു നീട്ടി അത്യാവശ്യം എന്ന ഓവറായിട്ട് അല്ലാത്തൊരു ടെയിൽ പോർഷനാണ് ബാക്കിൽ വരുന്നത്. ഈ ഭാഗത്താണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ. പിന്നെ 4 ഇൻഡിക്കേഷൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ മീറ്ററിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്ന റൈഡർക്ക് ഒരു മഴ സമയത്തോ റെയിനി സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ചെറിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈബറിൻ്റെ ബ്രേക്ക് സിസ്റ്റം എടുത്ത് കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തോടു കൂടി അവർ വേറെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ തന്നെ ബ്രേക്ക് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഈ ഒരു വണ്ടി പൂനെയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്കിത് റിവ്യൂ എടുക്കാൻ പോകാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ വണ്ടി അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് പൈനിയർ ബജാജിൽ വഴുതയ്ക്കാടുള്ള ബ്രാഞ്ചിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. റെഡി ടു സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരുപാട് സ്റ്റോക്ക് ഇപ്പം കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് നിലവിലുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ ഗ്രാഫിക്സ് ഒരുപാടുണ്ട്. പറ്റുന്ന പിക്ചർ എവിടെയെങ്കിലും ആഡ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം. ഒരുപാട് കളർ ഗ്രാഫിക്സ് ഉണ്ട്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പൈനിയർ ബജാജിൽ അവൈലബിൾ ആണ്. സോ നമുക്കിനി എന്തായാലും ഫ്രണ്ടിലോട്ട് പോകാം കേട്ടോ, മീറ്റർ കൺസോളിലോട്ട് പോകാം. ഇപ്പോൾ മീറ്റർ കൺസോളാണെങ്കിൽ എനിക്ക് വളരെയധികം പറയാനായിട്ട് സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും തോന്നുന്നത് ഇതിൻ്റെ മീറ്ററിലോട്ടാണ് കേട്ടോ. ഒരുപാട് റൈഡേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു മീറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഒരു മീറ്റർ. ബജാജ് ഇങ്ങനൊരു സാധനം കൊണ്ടുവരുന്ന സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ മീറ്ററിലോട്ടൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കിഡിലൻ ഹാൻഡിൽ പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതോടൊപ്പം 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നല്ല വിസിബിളായിട്ടുള്ള ഒരു മീറ്റർ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വിൻഷീൽഡിൻ്റെ കുറവുണ്ട്, ബട്ട് ഇതൊരു പവേർഡ് ബൈക്കാണ് കേട്ടോ. ഇതിലൊരു വിൻഷീൽഡിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം ഭയങ്കരമായിട്ട് വിൻ ബ്ലാസ്റ്റ് ആയിരിക്കും ഇത്. അത്യാവശ്യം ഒരു ലോങ് ടൂറിംഗ് ഒക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു വിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ വരും. സോ നമുക്ക് എന്തായാലും മീറ്ററിലോട്ട് പോകാം. മീറ്ററിലോട്ട് പോകുമ്പം മിററിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമിനോറിൻ്റെ അതേ അലോയ് മിററാണ് ഇപ്പം എല്ലാ വണ്ടിയിലും നമ്മുടെ ബജാജ് ഉപയോഗിക്കണം കേട്ടോ. ബിക്കോസ് ഭയങ്കര സ്റ്റെബിലിറ്റി തരുന്നൊരു മിററാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സ്റ്റെബിലിറ്റി തരുന്നൊരു മിററാണ്. എത്ര സ്പീഡിൽ പോയാലും എത്ര ക്രൂസ് ചെയ്ത് കയറിയാലും മിററിന് ഒരു വൈബ്രേഷൻ വരില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സ്റ്റെബിലിറ്റി ആയിട്ടുള്ളൊരു മിററാണ് തരുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വണ്ടി ഓണാക്കാൻ പോവുകയാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ ആ ഒരു ഓണാവണ സ്റ്റൈൽ കണ്ടോ, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ ഈ ഒരു മീറ്ററാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു സൈഡിലും, പിന്നെ നമുക്ക് ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ചെറിയൊരു മീറ്ററും. പക്ഷേ അതൊരു ബ്ലൂ കളറാണ്, അതെനിക്ക് പിടിച്ചിട്ടില്ല. പക്ഷേ അതൊരു മൾട്ടിപ്പിൾ കളറിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമായിരുന്നു. ഇതിലാണ് നമ്മുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേട്ടോ. അത് നമുക്ക് വാർണിംഗ് ലൈറ്റിലോട്ട് പോകാം. നമ്മുടെ 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓയിൽ ലൈറ്റ് ഉണ്ട്, പിന്നെ പാസ് ആൻഡ് ബ്രൈറ്റ് സ്വിച്ച് ഉണ്ട്, ABS വാർണിംഗ് ഉണ്ട്, എഞ്ചിൻ വാർണിംഗ് ഉണ്ട്, TC അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത്രയാണ് ഇതിലുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ മീറ്റർ കൺസോളാണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്കിതിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൽ 4 മോഡ് പറഞ്ഞുകൊണ്ട് കേട്ടോ. അത് മറ്റുള്ള ബൈക്കിലുള്ള മോഡ് പോലെയൊന്നുമല്ല.
ഡൊമിനോറല്ലേ പോയത്? അതിനേക്കാളും പവറായിട്ട് പോകാൻ പോകുന്ന സാധനമാണ് കേട്ടോ ഈ പോണത്. കാരണം ഡൊമിനോർ അസ് എ ടൂറർ ഭയങ്കര വലിയൊരു സാധനമാണ് കേട്ടോ അത്. ഇത് അസ് എ പവേർഡ് ബൈക്ക് ഇതും ഭയങ്കര വലിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മീറ്ററിലോട്ട് പോകാം. മീറ്ററിലോട്ട് പോകുമ്പം റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്, അങ്ങനെ 4 മോഡുണ്ട്. ഈ 4 മോഡ് നമുക്ക് മാറാനായിട്ട് ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞ് കമ്പനി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. 4 മോഡ് നമുക്ക് ഇപ്പോൾ തന്നെ ഇടാൻ പറ്റും കേട്ടോ. വണ്ടി നിങ്ങൾ എടുത്തോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ഇട്ട് അടിച്ച് പൊളിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഗിയർ ഇൻഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിൽ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കി. ഇതാണ് നമ്മുടെ പവർ സ്വിച്ച് പറഞ്ഞ കേട്ടോ. ഇതാ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം സ്റ്റാർട്ടിങ് സൗണ്ട് കേൾക്കും കേട്ടോ. സൗണ്ട് എന്തായാലും ഞാൻ പിന്നീട് കേൾപ്പിച്ച് തരാം. സൗണ്ടിലോട്ട് ഭയങ്കര വലിയൊരു സാധനം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡിം ബ്രേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്വിച്ച് ഇതായിരിക്കുന്നുണ്ട്. പിന്നെ പാസ് സ്വിച്ച് ഇതായിരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മറ്റുള്ള കമ്പനിയിൽ പറഞ്ഞ ബൈക്ക്, KTM പറഞ്ഞ പോലെ കൺട്രോൾ സ്വിച്ച് പറഞ്ഞോണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതൊക്കെ ഡൊമിനോറിൽ പറഞ്ഞത് എൻ്റെ മോനെ ഈ ഒരു സാധനമൊക്കെ പറഞ്ഞുണ്ട്. സോ നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് പറഞ്ഞിട്ട് ഹോണിൻ്റെ സ്വിച്ച് പറഞ്ഞിട്ട് ഹോൺ ജസ്റ്റ് ഒന്ന് കേട്ടോ. ഇതാണ് ഹോണ്. സോ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിലോട്ട് പോകാം കേട്ടോ. ന്യൂട്രൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ പോകും. അതാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ചെറിയൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഈ മീറ്ററിലെല്ലാം കൂടെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ള. RPM മീറ്റർ പറഞ്ഞുണ്ട്, ഫ്യൂൽ ഗേജ് പറഞ്ഞുണ്ട്, ഓഡോമീറ്റർ പറഞ്ഞുണ്ട്, കിലോമീറ്റർ പറഞ്ഞുണ്ട്, സ്പീഡോമീറ്റർ പറഞ്ഞുണ്ട്, റൈഡിങ് മോഡ്സ് പറഞ്ഞുണ്ട്. റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്, 4 റൈഡിങ് മോഡ് പറഞ്ഞുകൊണ്ട് നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമുക്ക് മീറ്റർ കൺട്രോൾ പറഞ്ഞത്. ട്രിപ്പ് 1, ട്രിപ്പ് B അങ്ങനെ തുടങ്ങി ട്രിപ്പിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി 18 കിലോമീറ്റർ/ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞത് ഇതിപ്പോൾ വീഡിയോ മാനവീയത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ 18 കിലോമീറ്റർ നമുക്ക് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊന്നും കൂടെ സെറ്റിൽ ഇതൊക്കെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ വരും. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കാം, ഓഫ് ആക്കാം. അങ്ങനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പറഞ്ഞുണ്ട്. അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സെറ്റിൽ പതുക്കുമ്പം നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, വെഹിക്കിൾ ഇൻഫോ പറഞ്ഞുണ്ട്, കണക്ടിവിറ്റി പറഞ്ഞുണ്ട്, ട്രിപ്പ്, ബൈക്ക് കാര്യങ്ങൾ തുടങ്ങി പറഞ്ഞുണ്ട്. പിന്നെ ഇതൊക്കെ ലാപ്പ് ടൈമർ, നമുക്ക് ക്രൂസ് ചെയ്യാനുള്ള റഫൊക്കെ ചെയ്ത് ക്രൂസ് ചെയ്യാനുള്ള ഒരു ലാപ്പ് ടൈമർ പറഞ്ഞുണ്ട്. പിന്നെ ഇതൊക്കെ വണ്ടിയുടെ സെറ്റിങ്സ് ആണ് കേട്ടോ. ഇതിലോട്ടൊക്കെ നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠി കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 വർഷമായിട്ടും പഠിക്കാത്തവരുണ്ട് കേട്ടോ, ഫുൾ മീറ്റർ പഠിക്കാത്തവർ. അതായത് ഈ വണ്ടിയിലല്ല, വേറെ വണ്ടിയിൽ ഫുൾ മീറ്റർ പഠിക്കാത്തവർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓരോ ഡിജിറ്റൽ മീറ്ററിലും കൺട്രോളും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. മീറ്ററിലോട്ട് വരുമ്പം മീറ്ററിലോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിൽ ഈ സെറ്റിങ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലോട്ടൊന്നും ഞാൻ ആധികാരികമായിട്ട് പോകണില്ല, കാരണം എനിക്കിതിനെ പറ്റി വലുതായിട്ട് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ട് പറഞ്ഞു തരാത്ത കേട്ടോ. മീറ്ററിലൊക്കെ എന്തായാലും KTM ബൈക്കൊക്കെ യൂസ് ചെയ്തവർക്ക് മീറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയായിരിക്കും. ഇനി എല്ലാവരും കാത്തിരുന്ന സാധനം, നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം കേട്ടോ. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ പറഞ്ഞു കേട്ടോ. സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എന്നറിയാം. പിന്നെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവർ, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഇഗ്നിഷൻ ഓണാണ്, ശ്രദ്ധിച്ചോ. ഇപ്പോൾ സ്റ്റാർട്ടായാലും ഞാൻ ചമ്മിപ്പോയി എന്നെ. ഗൈസ്, അണ്ടർബെല്ലി എക്സോസ്റ്റ് ചെറുതായിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് കൈ കൊടുക്കാം കേട്ടോ. ഇതാണ് നൈസായിട്ട് കൈ കൊടുക്കുമ്പോഴുള്ളൊരു സൗണ്ട്. ഇനി നമുക്ക് കുറച്ച് അധികാരികമായിട്ട് ഇതിനെ കൈ കൊടുക്കാം. എങ്ങനെയുണ്ട് NS 400ൻ്റെ ഒരു ബാസി ഫീൽഡ് പറഞ്ഞൊരു എക്സോസ്റ്റ്, അണ്ടർബെല്ലി എക്സോസ്റ്റ് എങ്ങനെയുണ്ട് കേട്ടോ. ഭയങ്കര മാരകമാണ്, ഭയങ്കര പെർഫോമൻസാണ്. ഇനി ഈ സാധനം റോഡിൽ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ പറഞ്ഞ ശനിയാഴ്ചയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അതൊരു മെഗാ ഇവൻ്റായിട്ടൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനും ഉണ്ടാവും. ഇനി ഇത് റോഡിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ചെറിയൊരു റൈഡ് എടുത്തിട്ട് വരാം കേട്ടോ. നമ്മളെ ലൈഫിലെ ഫസ്റ്റ് ടൈം നമ്മൾ NS 400 റൈഡ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ 4 ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് പോവാം. ഇവിടെയാണ് ഞാൻ കിൽ സ്വിച്ച് തപ്പണത് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോവാം. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതുവഴി പോകണ്ട. കാശ് പിന്നെ ഓട്ടിക്കാനൊക്കെ വളയ്ക്കാനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മുടെ ഡൊമിനോറൊക്കെ കിടന്ന് തള്ളും പോലെ ബാക്കിലോട്ട് തള്ളണ്ട, ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി കേട്ടോ. ഓ ഗൈസ്, നമ്മുടെ ആ ഒരു ഇത് കണ്ടോ,
എക്സോസ് നോട്ട് മാരകമാണ് കേട്ടോ. എക്സോസ് നോട്ട് മാരകമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റവ് വരുന്ന ഒരു എക്സോസ് നോട്ടാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ള. നമുക്ക് ചെറിയൊരു റൈഡേ ഇപ്പം കമ്പനി തരണുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, വണ്ടി ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. വണ്ടി ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റൈഡ് എടുക്കാമായിരുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ എടുക്കുന്ന ഒരു ചെറിയൊരു റൈഡ് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നല്ല മാരകമായിട്ടാണ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കിട്ടലാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ വഴുതക്കാട് ഷോറൂമിൽ ബുധനാഴ്ചയാണ് വണ്ടി ലോഞ്ച് ചെയ്യാൻ കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴേ വന്ന് വണ്ടി കാണാം. ജസ്റ്റ് ഒരു ചെറിയ ട്രയൽ റണ്ണൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ വേണമെങ്കിൽ ചെറിയൊരു ട്രയൽ റണ്ണൊക്കെ എടുക്കാം, വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ കുറച്ച് ഓട്ടിച്ച കേട്ടോ. നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇപ്പം മാനവീയം വീതിയാണ്, ഇവിടെ വരത്തേക്ക് ഞാനാണ് ഓട്ടിച്ച. നമ്മുടെ വണ്ടി വേറെ ചേട്ടൻ ഓടിച്ചോണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഭയങ്കര ആധികാരികമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് റെഫർ ചെയ്തിട്ടൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് അറിയാമെന്നുള്ളത് പോലെയാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടൊരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. സോ ഗൈസ് മാരകമാണ്, മാരക പെർഫോമൻസാണ്, മാരക വൈബാണ്, മാരകമാണ് കേട്ടോ. ടോട്ടലി വണ്ടി അത്രയും മാരകമാണ്. ജസ്റ്റ് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വണ്ടി ബുക്ക് ചെയ്യാൻ വരുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, എപ്പോഴും വണ്ടി ടെസ്റ്റ് റൈഡൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാവൂ. നമുക്ക് വണ്ടി പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വണ്ടി ബുക്ക് ചെയ്യാൻ നിൽക്കാവൂ. അല്ലാതെ ചാടിക്കേറി ആവേശത്തിലൊന്നും വണ്ടി ബുക്ക് ചെയ്യരുത്. ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നല്ല എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. സോ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബജാജിൻ്റെ വണ്ടികളും മറ്റേത് വണ്ടികളെ പറ്റിയുള്ള റിവ്യൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുവരെയാണ് നമ്മളെ ഡൊമിനോർ. സാധാരണ നമ്മൾ പൊതുവേ റിവ്യൂ വീഡിയോസ് വരുമ്പോൾ കുറച്ച് വ്യൂസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഡൊമിനോറിൻ്റെ കണ്ടന്റൊക്കെ ഇടുമ്പോൾ 1000-നകത്ത് വ്യൂസൊക്കെ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഡൊമിനോർ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ബൈക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഡൊമിനോറിൻ്റെ കാണാൻ വേണ്ടി കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ കേട്ടോ. സോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവറാക്കുക, പവറേഷ് ആകാം കേട്ടോ. ബൈ ബൈ.